ഗൈസ്, അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ ചോട്ടാസിന്റെ ചെറിയൊരു ഫുഡ് റൊട്ടീനാണ്. കുറെ ആൾക്കാരെ ഇങ്ങനെ പേഴ്സണലിയും എല്ലാണ്ടൊക്കെ മെസ്സേജ് അയക്കുന്നത് ഇവരെ ഫുഡ് റൊട്ടീൻ ചെയ്യുമോ, എന്തൊക്കെ ഫുഡ് ഇവർ കൊടുക്കുന്നതൊക്കെ ഒന്ന് കാണിക്കുന്നു. അപ്പൊ ചോദിച്ചു എന്തായാലും ചെയ്യാന്ന്. രണ്ടാളിത് എഴുന്നേറ്റിട്ടുണ്ട്. എനിക്ക് ഇവരെ എണീച്ച് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എണീക്കുക, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കില്ല. അപ്പൊ അതൊക്കെ ഇനി വഴിയെ കാണിച്ചു തരാം. രണ്ട് ചോട്ടാസുത കുത്തക്കേട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അല്ലേ. അപ്പൊ ഇനി വഴിയെ ഇവർക്ക് എന്താ കൊടുക്കാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാ ഞാൻ ഇന്ന് ഫസ്റ്റ് തന്നെ ഇവർക്ക് കൊടുക്കുന്നത് മുട്ടയാണ്. മുട്ട ബോയിൽ ചെയ്താണ്. അപ്പൊ ഇതാ മൂന്ന് മുട്ട എടുത്തിട്ട് രണ്ടെണ്ണം മാത്രമേ ഇവർക്ക് വേണ്ടി ഒന്നെനക്കാം. ഇത് ഞാനും കൂടി ഒരു ഗോൾ അടിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ബോയിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നോർമൽ രീതിയല്ല, കുറച്ചൊരു മാറ്റമൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് വേഗം കാണിച്ചു തരാം. അപ്പൊ വേഗം പോയി കണ്ടു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പോച്ചർ. ഭയങ്കര ഈസി ആയിട്ട് ഒരേ സമയം 8 മുട്ട വരെ ബോയിൽ ചെയ്യാനും 4 മുട്ട വരെ പോച്ച് ചെയ്യാനും കഴിയുന്ന 2-in-1 പ്രൊഡക്റ്റ്. കൂടാതെ വെജിറ്റബിൾസും മോമോസും സ്റ്റീം ചെയ്യാനും പറ്റും. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ പാർട്സ് നോക്കാം അല്ലേ. ഇത് ട്രാൻസ്പെറന്റ് ലിഡാണ്. എഗ് ബോയിൽ ആകുന്നെല്ലാം കാണാൻ പറ്റും നമുക്ക്. ഇതിന്റെ മുകളിൽ 2 സ്റ്റീം ഹോൾ ഉണ്ട്. കവർ ഹാൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് യൂസ് ആക്കാനും പറ്റും. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് പോച്ചിങ് ട്രേ. അറ്റ് എ ടൈം 4 eggs വരെ നമുക്ക് ഒരുമിച്ച് പോച്ച് ചെയ്യാൻ പറ്റും. അടുത്തത് എഗ് ബോയിലിംഗ് ട്രേ. അറ്റ് എ ടൈം 8 eggs വരെ ബോയിൽ ചെയ്യാൻ പറ്റും. അടുത്തതാണ് മെയിൻ യൂണിറ്റ്. അതിൽ ഹീറ്റിംഗ് പ്ലേറ്റ് ആണ് സെൻട്രൽ പോർഷനിൽ നമ്മൾ കാണുന്നത്. അതിൽ തന്നെ പവർ കോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ തന്നെ ഫ്രണ്ട് പോർഷൻ വരുന്നതാണ് പവർ ബട്ടൺ. നെക്സ്റ്റ് വന്നിട്ട് മെഷറിംഗ് കപ്പ്. അതിൽ വാട്ടർ ലെവൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് 3 ടൈപ്പായിട്ട് എഗ് ബോയിൽ ആക്കാൻ പറ്റും. സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നിങ്ങനെ. ഇതിൽ സോഫ്റ്റ് ബോയിൽ എന്ന് വെച്ചാൽ 35 ml വാട്ടറും മീഡിയം ബോയിലിന് 55 ml, ഹാർഡ് ബോയിലിന് 85 ml വാട്ടറിന് കണക്കിലാണ് എടുക്കേണ്ടത്. ഇനി പോച്ച് ചെയ്യാനാണെങ്കിൽ 120 ml വാട്ടറാണ് വേണ്ടത്. മെഷറിംഗ് കപ്പിന്റെ ബോട്ടം പോർഷനിൽ തന്നെ പിയേഴ്സിംഗ് പിൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ പിൻ സേഫ്റ്റി കപ്പും ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതെങ്ങനെ യൂസ് ആക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പവർ കോഡ് പ്ലഗ് ഇൻ ചെയ്യുക. പിന്നെ മെഷറിംഗ് കപ്പിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക. ഞാൻ ഹാർഡ് ആയിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 85 ml വാട്ടറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ വെള്ളം മെയിൻ യൂണിറ്റിന്റെ ഹീറ്റിംഗ് പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിൽ എഗ് ബോയിലിംഗ് ട്രേ വെക്കുക. അറ്റ് എ ടൈം 8 egg വരെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ 3 egg എടുത്തിട്ടുള്ളൂ. മെഷറിംഗ് കപ്പിന് താഴെയുള്ള പിയേഴ്സിംഗ് പിന്നില്ലേ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എഗ്ഗിന് ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ എഗ്ഗ് വേഗം ബോയിൽ ആവാനും അതേപോലെ ക്രാക്കായി പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ട്രാൻസ്പെറന്റ് ലിഡ് യൂസ് ആക്കിയിട്ട് കവർ ചെയ്യുക. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കുക, പവർ ബട്ടൺ ഓൺ ആക്കുക. അപ്പോൾ ഒരു ബ്ലൂ LED ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും. നമ്മളിത് ആവുന്നേ നോക്കി നിൽക്കുമൊന്നും വേണ്ട. കംപ്ലീറ്റ് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ കട്ട് ഓഫ് ആവും. അതുപോലെ തന്നെ ബ്ലൂ LED ലൈറ്റും ഓഫ് ആവും. അപ്പോൾ ഇത് നമ്മൾ എഗ്ഗ് ബോയിൽ ആയിട്ടുണ്ട്. ഇനി എങ്ങനെ എഗ്ഗ് പോച്ച് ചെയ്യാൻ നോക്കാം. എഗ് പോച്ചിങ് ട്രേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുക്കുക. അറ്റ് എ ടൈം 4 egg വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ 2 egg മാത്രമേ എടുത്തിട്ടുള്ളത്. എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് 120 ml വാട്ടർ എടുത്തിട്ട് അത് മെയിൻ യൂണിറ്റിലേക്ക് ഒഴിക്കുക. അതിൻ്റെ ഹീറ്റിംഗ് പ്ലേറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ടൊന്നും വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എഗ് ബോയിലിംഗ് ട്രേ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പോച്ചിങ് ട്രേ വെക്കുക. എന്നിട്ട് ട്രാൻസ്പെറന്റ് ലിഡ് പ്ലേസ് ചെയ്യുക. പവർ ബട്ടൺ ഓൺ ആക്കുക. നേരത്തെ പോലെ തന്നെ ഓട്ടോ കട്ട് ഓഫ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഓട്ടോ കട്ട് ഓഫ് ആയിട്ടുണ്ട്. ഇനി ലിഡ് മാറ്റാം. അപ്പോൾ ഇതാ പോച്ച്ഡ് എഗ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എഗ്ഗ് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോച്ചുമായി വന്നിട്ടുണ്ട്. ഞാൻ ഹാർഡ് ബോയിലാണ് ചെയ്തത്. കാരണം വെച്ചാൽ കുട്ടിയെ കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് നല്ലോണം ബോയിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഹാർഡ് ബോയിലാണ് ചെയ്തത്. ഇതിൻ്റെ ക്ലീനിങ് ഭയങ്കര ഈസിയാണ്. മെയിൻ യൂണിറ്റ് ഒഴികെ ബാക്കി എല്ലാ ആക്സസറീസും സോപ്പും സ്പോഞ്ചും ഉപയോഗിച്ചിട്ട് കഴുകുക. മെയിൻ യൂണിറ്റ് ഉണങ്ങിയ തുണി കൊണ്ട് തുടക്കുക. ഫുഡ് ഗ്രേഡ് ഹീറ്റിംഗ് പ്ലേറ്റോട് കൂടിയ ശക്തമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് തന്നെ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. എഗ് ബോയിൽ ചെയ്യാനും പോച്ച് ചെയ്യാനും മാത്രമല്ല, വെജിറ്റബിൾസും മോമോസും ഒക്കെ സ്റ്റീം ചെയ്യാനും ഇത് യൂസ് ആക്കാം. നല്ലോണം തന്നെ വേവിച്ച് കിട്ടുന്നുണ്ട്. വളരെ കുറച്ച് ടൈമേ വേണ്ടു. 500 watt പവറും 2 years വാറന്റിയും ഉണ്ട്. അപ്പൊ ഇതാ ഇവരെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവർക്ക് അടുക്കളയിൽ തണയമലിരുത്തിയിട്ടാണ് കേട്ടോ കൊടുക്കൽ. കാരണം വെച്ചാൽ ഒന്നാമത് മുട്ടയല്ലേ മൂയിങ് മണക്കും. അതുകൊണ്ട് തന്നെ വീടിനാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ എല്ലാം ഇടയ്ക്ക് നടന്ന് തിരിഞ്ഞാക്കും. ഇതിന്റെ മുകളിലായി ഇരിക്കുന്നതുകൊണ്ട് തയ്ക്കിറങ്ങാൻ കഴിയില്ല. അടങ്ങിയായിരുന്നുള്ളൂ. ആദ്യം കാണിച്ചായിരുന്നു എവിടെ ഇരിക്കുന്നത്, കാണിച്ചതൊക്കെ കൊടുക്കാം. അപ്പൊ ഇതാ വേഗം ഞാൻ മുട്ട കൊടുക്കട്ടെ. നമ്മ തിന്നാം. അമ്പോ സൂപ്പർ. വേണ്ട മാപ്പ. സൂപ്പറാ സൂപ്പറാ, വെരി ഗുഡാ, സൂപ്പറാ. ഇവർക്ക് ഇപ്പൊ എല്ലാം കൈമല് വേണം. എന്നുവെച്ചാൽ ഒറ്റക്ക് തിന്നണം. ഒന്നാമത് ഞാൻ തന്നെ അങ്ങനെ ശീലിപ്പിച്ചത് വേറെ കാര്യം. പക്ഷെ മുട്ടയൊന്നും ഞാൻ കൊടുക്കില്ല. കാരണം വെച്ചാൽ മുട്ടയെല്ലാം കൊടുത്തതിന്റെ കണക്കായിരിക്കാം. വീട് മൊത്തം പെരക്കിയെടുക്കും ഇവർ. നമ്മുടെ മുട്ടയൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ്. കാരണം വെച്ചാൽ മുട്ട എന്തായാലും കുറച്ച് പേരങ്ങും. അപ്പൊ ഓരോ കുളിയും കഴിഞ്ഞ് ഓരെ കുളിപ്പിച്ച് എന്റെ കുളിയും കഴിഞ്ഞ് എല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പോ ഇതാ നെക്സ്റ്റ് ഫുഡാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് പുട്ടും
തുവരക്കറിയാണ്. നമ്മൾ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെ ഇവയ്ക്ക് കൊടുക്കല്. ചപ്പാത്തിയാണ് ചപ്പാത്തി, പുട്ടാണ് പുട്ട്, ദോശയാണ് ദോശ, അങ്ങനെ കൊടുക്കല്. അതിന് കറിയും കൂട്ടിട്ട് തന്നെ കൊടുക്കാൻ ചെയ്യല്. കുറച്ച് എരിവ് പക്ഷെ നല്ല എരിവാക്കിയിട്ടുള്ള കറി ഒന്നല്ല, നോർമൽ ആയിട്ടില്ല. അപ്പൊ കുറച്ച് എരിവൊക്കെ തട്ടണമല്ലോ എന്ന് വെച്ചിട്ട് അതൊക്കെ ആക്കിയിട്ട് തന്നെ കൊടുക്കല്. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് ടി വി ഒക്കെ കാണിച്ച് വായിലാക്കും. പിന്നെ ഇവിടുത്തെ അവസ്ഥ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിടിപ്പം നമ്മൾ കിടക്കി എടുത്തിട്ടാണ്. അതിൽ ഏറ്റവും കാരണം ഇത് ഇവരാണ്. ഒരേ സോഫയെന്ന് കളിയാ. സോഫയിൽ ഇങ്ങനെ കളിച്ച് വീഴും. എത്ര പ്രാവശ്യം തലയടിച്ച് വീണ് കളിച്ച് ആടെ ഇങ്ങോട്ടേക്ക് ഓടും, ഇങ്ങനെ അങ്ങോട്ടേക്ക് ഓടും. ഇതാണ് ഇവരെ കളി. മെയിൻ കളി അതാണ് ഈടിയാകുമ്പോ. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും ഇവരെ സേഫ് ആക്കുന്ന ബെസ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെ കിടക്കാൻ നമ്മൾ അപ്പുറത്തെ റൂമിൽ കിടക്കെടുത്ത് റെഡി ഇട്ടിട്ടില്ല. അത് വീണാൽ ഇങ്ങോട്ടേക്കല്ലേ വീഴുള്ളൂ. ആ ഒരു ഇതിലാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. ഇതൊക്കെ ഇതാണ് കളി. അങ്ങനെ നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരും, ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അങ്ങനെ എത്രോട്ടം വീണ് അറിയും. ഇവന്റെ തലയിൽ ഷേപ്പ്ലെസ് ആണ്. അത്രയും പ്രാവശ്യം തലയടിച്ചിട്ടാവുക. അപ്പൊ റിസ്ക് എടുക്കണ്ടാലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇനി ഇവർക്ക് വേഗം ഫുഡൊക്കെ കൊടുക്കട്ടെ. പിന്നെ ഇവർക്ക് വേണ്ടത് ഇവർ അത്യാവശ്യം കുറച്ചൊക്കെ കഴിച്ചോളും. പക്ഷെ ചിലപ്പോ ഒന്നും കഴിക്കൂല. അത് ഓരോ മൂഡ് പോലെയാണ് ഇവരുടെ കാര്യം. ഇപ്പൊ ഇതാ ടി വി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതാണ് ഇവരെ കളി. ഇവിടെ വെച്ചടിക്കൊന്നും ഇനി പോകൂല. ഇനിയിപ്പൊ ഇങ്ങനെയാ പോവുക. കുറച്ച് അത്യാവശ്യം നമ്മൾ ചില സമയത്ത് കുറച്ച് ടി വി ഒക്കെ കാണിച്ചു കൊടുക്കും. ഫുൾ കണ്ടിന്യൂസ് അല്ലേ, കുറച്ച് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ കാർട്ടൂണൊക്കെ വെച്ചു കൊടുക്കും. തിന്നുമ്പൊന്നൊന്നല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ കുറച്ച് പരിപാടീസ് ഒക്കെ നടക്കാൻ അങ്ങനെ വെച്ചു കൊടുക്കും അല്ലേ. അപ്പൊ അത്ര. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ നൈസായിട്ട് ഇവർ ഉറങ്ങുക ചെയ്യുക. ഇനിയുള്ള കാര്യങ്ങൾ വഴിയേ കാണിച്ചേക്കാം. അപ്പൊ ഇപ്പൊ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇവർക്ക് ഉച്ചക്ക് പാൻ കേക്ക് കൊടുത്തായിരുന്നു. അതിൻ്റെ അടുക്ക മറന്നേ പോയി അതിന്റെ വീഡിയോ എടുക്കേണ്ടത്. പാൻ കേക്ക് ജസ്റ്റ് ഓട്സും പഴവും ഈത്തപ്പഴം നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാൻ കേക്ക് പോലെ ആക്കിയിട്ട് അങ്ങനെ കൊടുത്തത്. അപ്പൊ അതാണ് എനിക്ക് എടുക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിപ്പോൾ ഇത് ഒരു 5 മണിയൊക്കെ ആയി. അപ്പൊ ഈ ഒരു സമയത്ത് ഒരു കഞ്ഞി അത് ഡെയിലി കഞ്ഞിയൊന്നല്ലേ കൊടുക്കല്. ഇപ്പൊ ഇന്ന് കഞ്ഞിയാണെങ്കിൽ നാളെ ചിലപ്പം പഴം വാട്ടിപ്പതോ അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ ഇന്ന് കഞ്ഞിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതാ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കഞ്ഞി കൊടുത്തോണ്ടിരിക്കാണ്. അതിന് കുടിക്കണ്ടേ, ചെക്കൻ കുടിക്കുന്നില്ല. ഓള് പിന്നെയും കുടിക്കുന്നുണ്ട്. ഓൻ അത്രയും കുടിക്കുന്നില്ല. ഓരോ മൂടാ. കുറച്ച് നേരം ചിലപ്പോൾ കുടിക്കും, അത് വേറെ കാര്യം. ഓരോ മൂടാന്ന് ഓരോ സമയത്ത്. വെരി ഗുഡ്. കണ്ടാ, ഇത്രയും നേരം കുടിച്ചില്ല. ഇപ്പൊ കണ്ട പോയി കുടിച്ച. അതാണ് ഓരോ മൂടിന് കുടിക്കുക. സാധാരണ ഞാനിങ്ങനെ പുറത്തുനിന്നൊന്നല്ല കൊടുക്കല്. ഞാൻ അകത്തുനിന്ന് അങ്ങനെ സോഫേൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് അകത്തുനിന്ന് അങ്ങനെ സോഫേൻ്റെ അടുത്ത് ഇരുത്തിയിട്ടാ കൊടുക്കല്. ഇന്നിപ്പം മുന്നേറ്റം കൂടി ഇല്ലാണ്ട് ഇവർ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ചെന്നേരം കൊടുത്തേക്കാം. ബാബാ ഇങ്ങോട്ട് വാ. കുട്ടക്കേട് എന്നെല്ലാം വെച്ചാൽ മിറ്റത്ത് ഇങ്ങനെ കളിക്കണം. അതാണ് ഇവരുടെ മെയിൻ ഹോബി. പോന്നാണ്ട പോന്ന് അങ്ങ് എത്തിയത്. ആദ്യമൊന്നും ഞാൻ ബേക്കും ഇവരെ ഈടുന്ന് മാത്രം കളിപ്പിച്ച് മണ്ണിലേക്ക് ഇറങ്ങില്ല. ഇപ്പൊ മണ്ണിലേക്കെല്ലാം ഇറങ്ങാൻ അങ്ങ് പോക്കാണ്. ഓരോ ഇഷ്ടത്തിനൊരു പോക്കാണ്. ആദ്യം മണ്ണിലെ ചെക്കൻ അറപ്പായിരുന്നു. ഇപ്പൊ അറപ്പൊന്നും ഇല്ല. ഇപ്പൊ തോന്നി കളി. പിടിക്കട്ടെ മാണ്ടു, പിടിക്കട്ടെ. ഇല്ല പേടിയെന്ന് സാധനം ഉണ്ടോ നോക്കിയാട്ടെങ്കിൽ അതങ്ങ് എത്തിയാ മുന്നേ. അപ്പൊ ഇതാ കഞ്ഞിയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇവർ ചെറിയ രീതിയിലൊരു ചപ്പാത്തിയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. ഒരു ചപ്പാത്തി അല്ല, നമ്മൾ ചപ്പാത്തി തിന്ന. അപ്പൊ അത് തിന്ന സമയത്ത് 2-3 വായൊക്കെ തിന്നിട്ടുണ്ടായി. അതൊക്കെ കഴിഞ്ഞതാ ഞാനിതാ ഉറുമാമ്പഴം കൊടുക്കുന്നുണ്ട് ഇവർക്ക്. ഇപ്പം ഇവർക്ക് ഇഷ്ടം, അത്യാവശ്യം തിന്നു ഇവർ ഉറുമാമ്പഴം. അപ്പൊ പിന്നെ ഇനിയിപ്പോ രാത്രി വിശക്കണ്ടാലോ എന്നുള്ള ഇതിൽ ഞാൻ ഉറുമാമ്പഴം കുറച്ച് രണ്ടാക്കും കൂടി ഒരു ഉറുമാമ്പഴം അല്ലേ അത് കൊടുക്കുന്നുണ്ട്. ഇത് ഇനിയിപ്പം കാര്യമായിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാല് ഇതില്ലേ ഫോർമുല മിൽക്ക് കൊടുക്കും. അത് കുറച്ചേ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ. ഇവർക്ക് കാര്യമായിട്ട് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വിശക്കണ്ടാലോ എന്നുള്ളതിൽ കുറച്ച് ഫോർമുല മിൽക്ക് ഒരു 150 ഒക്കെ രണ്ടാക്കും കൂടി
രണ്ടാൾക്കും കൂടി 150 ഒക്കെ വേണ്ടി വരുള്ളൂ. അത്രേ അവരിപ്പോൾ കുടിക്കുന്നുള്ളൂ. ഇനി ഇങ്ങനത്തെ കഴിക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ ആവശ്യം അങ്ങനെ ഇല്ല. പിന്നെ അവർ കുടിക്കുന്നതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ. അതൊരു 150 ഒക്കെ അത് കൊടുത്തിട്ട് പിന്നെ സ്ട്രെയിറ്റ് ചെയ്യാൻ ഇവർ ഉറക്കുക ചെയ്യാറ്. തരില്ല തരും. അങ്ങനെ എൻ്റെ സ്ട്രെയിറ്റ് ചെയ്യാൻ ഇവർ ഉറക്കുക ചെയ്യുക. അതിൻ്റെ കൂടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തേ. അങ്ങനെ നേരെ ഉറക്കുക ചെയ്യുക. പിന്നെ രാത്രി ഒരു 10,000 തൊട്ട് ഇവർ എണീക്കും. അപ്പോഴൊന്നും ഇവർക്കിപ്പം ഫോർമുല മിൽക്ക് വേണ്ട. ഇപ്പം അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ വേണ്ടൂ. നോ 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 വേണ അടി വേണ. ഞാൻ തരും കണ്ടാ. ഇത് ഇവർ അച്ഛൻ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പായര കളിയൊന്നും ഉണ്ടാവില്ലേ. ഞാൻ കൊടുക്കുമ്പോ കുറച്ച് പായരം കുറച്ച് കൂടുതലായി ഇവർക്ക്. ഇല്ല കൈ ഇങ്ങനെ ഉണർത്തുന്ന മതി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരെ റൊട്ടീൻസ് വരുന്നത്, ഫുഡ് റൊട്ടീൻ വരുന്നത്. ഇതൊക്കെ തന്നെയാ കൂടുതലും. ഇതിലെ കുറച്ച് ഈ ഒരു ടൈമിനൊക്കെ തന്നെ ഞാൻ ഫുഡ് കൊടുക്കൽ. ഇതിൽ മാറ്റങ്ങൾ വരുന്നത് ഈ ഫുഡിലുള്ള മാറ്റങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ പഴം ചിലപ്പോൾ ഞാൻ വാട്ടിയിട്ട് കൊടുക്കും. പിന്നെ അതേപോലെ ഓട്സ് കാച്ചിട്ടില്ലേ, ഓട്സ് പൊടിച്ചിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ നട്ട്സൊക്കെ ഇടുന്നതുകൊണ്ട് പൊടിക്കുന്നതേ ഉള്ളൂ. നട്ട്സും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് പൊടിച്ചിട്ട് കാച്ചിട്ട് കൊടുക്കും. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചുള്ള ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതെന്തായാലും ഇവർ കൊടുക്കും. പുറത്തുനിന്നുള്ള ചിക്കനും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും, ഈവൻ ഐസ്ക്രീം വരെ കുറച്ച് ഇവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാം കൊടുക്കാറുണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ എല്ലാം ശീലിപ്പിക്കണം. ഇന്ന് അങ്ങനെ ഇതെന്നല്ല, എല്ലാം കൊടുത്തോ, കുറച്ചായിട്ട് എല്ലാം കൊടുത്തോ ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പുറത്തുനിന്നുള്ള ഞാൻ ചിക്കനൊന്നും എത്രത്തോളം വേവിക്കുന്നുണ്ടാവുമെന്ന് അറിയാത്തതുകൊണ്ട് മാത്രം അതൊന്നും കൊടുക്കാത്തത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഇവരെ പാല് കൊടുത്ത് കടച്ച് ഉറക്കുക ചെയ്യുക. നോ ശിവ എന്റെ കുട്ടക്കേട് അതാ പോയി വാശിന്റെ അങ്ങേ അറ്റാണ്. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഓക്കെ, ബൈ പറ. ഉമ്മ കൊടുക്കും അങ്ങോട്ട് നോക്കി ഫോൺ നോക്കി കൊടുക്കും. ഉമ്മ കൊടുക്കടാ. ഉമ്മ ഇരുന്നില്ല. ഉമ്മ കൊടുക്ക്. ഫോണിൽ ഉമ്മ അങ്ങനെയാണ്. ഫോണിൽ ഉമ്മ കൊടുക്കട പൊട്ട. ഇങ്ങനെ ഫ്ലൈങ് കേസ് എടുക്ക. ഇങ്ങനെ ഫോണിൽ ഫ്ലൈങ് കേസ് ഇങ്ങനെ കൊടുക്കും. ആ തരാം. അത് ഓൻ വിചാരിച്ചു ഓന്റെ മാമിയെല്ലാം വിളിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഫോണിൽ ഉമ്മ കൊടുക്കും. മാമ എല്ലാം വിളിച്ചു കഴിഞ്ഞാല്. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ഫോണിന്റെ അടുത്തേക്ക് വരുന്ന ഉമ്മ കൊടുക്കേണ്ടിട്ട്. സംഭവം അറിയില്ലാലോ ഒരു വീഡിയോ. ഇങ്ങനെ കൊടുക്കേ ഫ്ലൈങ് കിസ് ആക്ക്. ഉമ്മ കുടിക്കണ പൊട്ട. ഫ്ലൈങ് കിസ് എടുക്കും. ഇങ്ങനെ ഫ്ലൈങ് കിസ് എടുക്കേ. ആ ഉമ്മ. ആ അച്ഛൻ വീട് ഇപ്പൊ അത്യാവശ്യം ഇങ്ങനെ നമ്മള് പറയുന്നൊക്കെ ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഇപ്പൊ ഞാനിങ്ങനെ അതെടുക്ക് ഇതെടുക്കുന്നൊക്കെ പറഞ്ഞ എടുത്തൊക്കെ തരും. ചിക്ക ഇവ ഫുഡിന് ചിക്കാന്ന് പറയാം. അപ്പൊ അത്രയൊക്കെ ഉള്ളു. അപ്പൊ കേട്ടാ ബൈ കേട്ടാ. മറ്റേ കുമ്പളങ്ങിന് അടിച്ചുള്ള ഫാത്തസില്ലേ ചിക്ക. ചവക്ക്. അപ്പൊ ഇതെന്നെയായിരിക്കും. അപ്പൊ ബൈ. മതി എന്റെ ഉമ്മ.